ടീച്ചർ നമുക്കൊരു കാർഡ് ഉണ്ടാക്കിയാലോ മദേഴ്സ് ഡേ ആയതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ. അതിനെന്താ നമുക്ക് ഉണ്ടാക്കാമല്ലോ. റെഡിയാണോ? ഹൈഫൈ. യെസ്. Kian, shall we make a card for your mama? Can we wish Mother's Day for mama? Yes. Are you ready? Yes. Ready? High five. High five. Let's make a card. Yes. Yes. Kian, take this. This is for Juan. ഓ വേണോ? കളർ അടിക്കാറായോ? ഓക്കെ തരാട്ടോ. ഇത് കണ്ണകിക്ക്. കനിക്കുട്ടുന്ന ഇത് കീറിപ്പോയോ? വേറെ വേണോ? അമ്മ വേറെ തരാട്ടോ. കളർ അടിച്ച് പഠിക്കാനല്ലേ? പറ്റില്ല. ഇത് ഓക്കെ ആണോ? കളർ ചെയ്യാം. ഓക്കെ. നമ്മുടെ ടൂൾസ് എത്തിക്കഴിഞ്ഞു, പണിയായുധം. ഇനി കളേഴ്സ് കൂടെ വേണം. കളേഴ്സ് എന്ത്? ഓക്കെ ഓക്കെ. ആൻഡ് ഫൈനലി ദ ആർട്ട് സെറ്റ് ഇസ് ഹിയർ. സോ ഷാൽ വി സ്റ്റാർട്ട്? ടീച്ചർ സിസ്റ്റർ വെച്ച് കട്ട് ചെയ്ത് തരാം. നിങ്ങൾ കളർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം ഈ പേപ്പറിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഓക്കെ. ഇങ്ങനെ ഫോൾഡ് ചെയ്തപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലൊരു ഐഡിയ തോന്നിയത്. അപ്പം ഞാൻ കരുതി ഒരു ഹെയർ പോലെ ഇങ്ങനെ വേവി ആയിട്ടൊരു ഇത് വരച്ചിട്ട് അതിലൊരു അമ്മേൻ്റെ ഫേസിൻ്റെ പകുതി വരയ്ക്കാമെന്ന്. എന്ന് വെച്ചാൽ ഒരു അമ്മ ഇങ്ങനെ സൈഡ് ചെരിഞ്ഞ് നിൽക്കുന്ന കണക്ക് ഒരു ഫേസിൻ്റെ പകുതി വരച്ച് കയ്യിലൊരു കുഞ്ഞും വരയ്ക്കാമെന്നാണ്. പക്ഷേ അത് ആകെ ചളമായി കുളമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അത് മായ്ച്ചിട്ട് വേറൊരു ഡിസൈൻ വരച്ച് കട്ട് ചെയ്തെടുക്കുവാണേ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു കുട്ടി ഹാർട്ടും വരച്ച് അതിൽ ഐ ലവ് യു അമ്മ എന്നൊക്കെ എഴുതിയതിന് ശേഷമാണ് വേറൊരു ഐഡിയ വന്നത്. ഐഡിയകളിങ്ങനെ ചറവറ വന്നുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ ഒരു റെഡ് പേപ്പർ എടുത്ത് അതിലൊരു ഹാർട്ട് വരച്ച് ആ ഹാർട്ടിനെ കട്ട് ചെയ്തെടുത്തു. എൻ്റെ ഫസ്റ്റ് പ്ലാൻ ആ കട്ട് ചെയ്തെടുത്ത റെഡ് പീസ് അതിൻ്റെ പുറത്ത് ഒട്ടിക്കാമെന്നായിരുന്നു. അപ്പോൾ അതേ വേറൊരു ഐഡിയ വന്നു. അതെന്തായിരുന്നറിയോ? ഇതിനെങ്ങനെ കട്ട് ചെയ്തിട്ട് എനിക്ക് കൈയെടുത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ഈ റെഡ് ഉണ്ടല്ലോ, റെഡ് ഹാർട്ട് ഇതിനകത്ത് പേസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എന്താ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് ഇരിക്കുമല്ലോ, അങ്ങനെ തോന്നുന്നു. ഇനി കട്ട് ചെയ്ത് നോക്കുമ്പോൾ കൊളാവോ ഇല്ലെന്നറിയില്ല. നമുക്ക് നോക്കാം. കട്ട് ചെയ്ത് വയ്ക്കുവാണ്, പക്ഷേ ഇത് ഇതിനകത്ത് വെക്കുമ്പോൾ കുറച്ച് ചെറുതായിപ്പോൾ. അപ്പോൾ നമുക്ക് വേറൊരു ഹാർട്ട് കട്ട് ചെയ്ത് ഇച്ചിരി വലിയൊരു ഹാർട്ട് കട്ട് ചെയ്യും. ഓക്കെ, സെറ്റ്. സക്സസ് ഗൈസ്, സക്സസ്. ഞാനിതിവിടെ ഒട്ടിക്കാൻ പോവുകയാണ്. ഇതിൽ നമുക്ക് എന്തെങ്കിലും എഴുതിയേക്കാം. ഞാനതിന് ചെറിയ 2 ഔട്ട്ലൈൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുവാണ്. പണി കിട്ടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരയ്ക്കുന്നു. ഓക്കെ, സെറ്റ്. ജസ്റ്റ് ഔട്ട്ലൈൻ ഇപ്പോൾ കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഷെയ്ഡ് ചെയ്യാം. ആ ഒട്ടിച്ച റെഡ് പേപ്പറിനകത്ത് ഞാൻ ഐ ലവ് യു അമ്മ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് അവൻ്റെ കൈ കൊണ്ട് തന്നെ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്നതായിരിക്കും എന്ന് തോന്നി. അപ്പോൾ കുഞ്ഞുകുട്ടിയാണ്, LKGയിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞു കൊടുക്കാം. എന്തായാലും അവന് A to Z എഴുതാൻ അറിയാമല്ലോ. അവൻ്റെ കൈ കൊണ്ട് തന്നെ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാർഡ് എഴുതുമ്പോൾ അതിന് കുറച്ചുകൂടെ സ്നേഹം കൂടില്ലേ, അതിന് കുറച്ചുകൂടെ ഭംഗി കൂടില്ലേ. അതുകൊണ്ട് അവൻ്റെ അടുത്ത് ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞു കൊടുത്തിട്ട് ഓരോ ലെറ്റേഴ്സ് പറഞ്ഞു കൊടുക്കും. അടുത്ത് എഴുതണം, നീക്കി എഴുതണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ആ കുഞ്ഞിനെ വിട്ട് എഴുതിപ്പിച്ചതാണ്. പക്ഷേ എനിക്കും നല്ല സന്തോഷം തോന്നി. ഇത് കിട്ടുമ്പോൾ അവൻ്റെ അമ്മയ്ക്കും ഉറപ്പായിട്ട് സന്തോഷം തോന്നും.
ഞാനതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഡാർക്കാക്കി വരച്ചതിന് ശേഷം ജുവാനെ വിട്ട് ഒരു അമ്മയും ജുവാനെയും വരപ്പിക്കുക. ജുവാൻ്റെ അമ്മേനെയും ജുവാനെയും വരപ്പിക്കുകയാണ്. അപ്പോൾ അവന് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തു. ഒരു സർക്കിൾ ഇടിച്ചു, ഹെയർ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു, അതിനകത്ത് കണ്ണ് വരപ്പിച്ചു. കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തപ്പോൾ ബാക്കി അവൻ തന്നെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ആ പടം വരച്ചതിൻ്റെ താഴെ ഹാപ്പി മദേഴ്സ് ഡേ എന്ന് കൂടെ എഴുതുക. കഴിഞ്ഞോ? ആ കൊള്ളാലോ. ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ഓപ്പൺ ചെയ്യാകത്ത്. ഹൈ, ജുവാൻ കളർ ചെയ്തതാ. കൊള്ളാലോ. ഓക്കെ, അപ്പം അമ്മ ഒത്തിരി ഹാപ്പി ആവും കേട്ടോ കാണുമ്പോൾ. ഇഷ്ടമായോ ജുവാന്? താഴ്ത്തിട്ട് പറയേ, ഇഷ്ടമായോ? Kian, are you ready? Yes. Shall we make? Yes. Okay. Tell Happy Mother's Day. Happy Mother's Day. I love you all. I love you all. Kian. Hi, പറയൂ. Hi. ഓക്കെ. കിയാൻ കുഞ്ഞുകുട്ടിയാട്ടോ. അവൻ ഇനി UKG പോകുന്നതേ ഉള്ളൂ. അപ്പം അവൻ ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ കണ്ണകിയും കനിയും ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയത്. കാരണം വേറൊന്നുമല്ല, അവൻ മലയാളിയല്ല ഗൈസ്, മലയാളിയല്ല. യു ആർ ഫ്രം മാംഗ്ലൂർ, റൈറ്റ്? Yes. യെസ്. യു നോ കൊങ്കണി? Yes. യു നോ കൊങ്കണി? Yes. ഓക്കെ. അപ്പോൾ ഹീ ഈസ് ദ വൺ ആൻഡ് ഓൺലി റീസൺ ബിഹൈൻഡ് കണ്ണകി ആൻഡ് കന്നി. ഓക്കെ, താങ്ക് യു കിയാൻ. ദിസ് ഹാൻഡ്. താങ്ക് യു. താങ്ക് യു. Thank you. You have to say welcome. Okay. എന്ന് വെച്ചാൽ കനിക്ക് 1 year ആയ ടൈമിൽ കിയാൻ ഇവിടെ പഠിക്കാനായിട്ട് വന്നു. അപ്പോൾ എന്താണ്, കന്നി വന്നിട്ട് ജസ്റ്റ് സംസാരിക്കാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ ടൈമിൽ കൂടുതൽ കേട്ടത് ഇംഗ്ലീഷ് ആയത് കാരണം കനി ആ ഒരു 1 year മുതൽ ഒരു 2 years വരെ കനി 90% ഇംഗ്ലീഷും ബാക്കി 10% മാത്രമായിരുന്നു മലയാളം സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ വെക്കേഷൻ ഒന്ന് നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനും അതൊക്കെ മാറി മറിഞ്ഞു. കനി മലയാളം സംസാരിക്കാൻ തുടങ്ങി ആൻഡ് ഐ ഫീൽ ഹാപ്പി. പിന്നെ മലയാളം ഇംഗ്ലീഷ് മിക്സ് ആയിട്ട് ഒരു മംഗ്ലീഷുകാരിയായിപ്പോയി അവൾ. ഇപ്പോൾ അവൾക്ക് കുറച്ചുകൂടെ എന്താ വേർഡ്സ് ക്യാച്ചപ്പ്. ഞങ്ങൾ വീട്ടിലങ്ങനെ അധികം മലയാളം വീട്ടിലധികം ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറില്ലാത്തത് കാരണം അവൾ മലയാളം വേർഡ്സ് കുറേ കൂടുതൽ ക്യാച്ചപ്പ് ചെയ്ത് ഇപ്പോൾ അവൾ മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ആൻഡ് കണ്ണകിക്ക് സ്കൂളിൽ പോയപ്പം ഇൻ്റർവ്യൂവിനായാലും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത ഒരാളാണ് കിയാൻ. ഹീ ഈസ് മൈ ഫസ്റ്റ് സ്റ്റുഡൻറ്റ്, റൈറ്റ്? യെസ്. യു ലവ് മീ? Yes. Yes. You like auntie? Yes. Okay, Panna, shall we do the craft? Yes. Are you ready? Yes. Okay. Wish Happy Mother's Day to all mothers. Happy birthday. Happy birthday? No, Happy Mother's Day. Happy Mother's Day. To all the mothers. All the mothers. I love you so much. I love you so much. Okay. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഒരു പേപ്പർ ഞാൻ ഇങ്ങനെ ഫോൾഡ് ആക്കിയിട്ടുണ്ട് കാരണം മറ്റത് ഞാൻ വേറൊരു രീതിയിൽ ചെയ്തത് കാരണം ഈ ഒരു പേപ്പർ ഇങ്ങനെ ഫോൾഡ് ആക്കിയിട്ടുണ്ട്. സോ ഇനി ഇതിൽ എന്ത് ചെയ്യാമെന്ന് എനിക്ക് ഐഡിയ ഇല്ല.
എന്ത് ചെയ്യണമെന്ന് ഒരു പ്ലാനും ഇല്ലാതിരിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ഒരേ ഒരാളാണ് പൂക്കൾ. പൂക്കളല്ലെങ്കിലും എല്ലാ സാഹചര്യത്തിലും നമ്മളെ സഹായിക്കുന്നതല്ലേ. അപ്പോൾ ഒന്നും നോക്കിയില്ല, പതിവ് പരിപാടി തന്നെ ഒരു പേപ്പർ എടുത്ത് 4 ആയിട്ട് മടക്കി അതിലൊരു പൂവും വരച്ച് ചന്നാ പിന്നാം വെട്ടി കുറച്ച് കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ പലയിടത്തായിട്ട് ഒട്ടിക്കുക എന്നുള്ളതാണ് അടുത്ത പണി. ഇലയില്ലാതെ എന്ത് പൂക്കൾ, കുറച്ച് ഇലയും കൂടെ വരച്ചേക്കാം. ഇലയായി വള്ളിയായി, വള്ളിയിൽ കുറച്ച് ഇലകളായി. ഇനി അകത്തെന്ത് എഴുതുമെന്നുള്ളതാണ്. അപ്പോൾ ഉണ്ട് അവനെ വിട്ട് തന്നെ എഴുതിക്കാമെന്ന് വിചാരിച്ചു. അവൻ്റെ അമ്മയ്ക്കുള്ളതല്ലേ. അങ്ങനെ അവൻ്റെ അടുത്ത് ഐ എഴുതാൻ പറഞ്ഞപ്പോൾ അവൻ കിയാൻ്റെ സ്പെല്ലിങ് കെ എഴുതുന്നു. പണിപ്പാളി ഗൈസ്, പണിപ്പാളി. അങ്ങനെ പിന്നെ പേന വാങ്ങിച്ച് ഞാൻ തന്നെ അതിനകത്ത് ഐ ലവ് യു മമ്മ എന്നും യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നും ഹാപ്പി മദേഴ്സ് ഡേ മമ്മ എന്നും എഴുതി കൊടുത്തു. ഈ മൂന്നാമത് കാണുന്ന കാർഡിൻ്റെ പിന്നിൽ വേറൊരു കഥയുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഈ 3 കാർഡിൽ ഏതാ ഏറ്റവും അധികം ഇഷ്ടമായതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ മദേഴ്സ് ഡേ കാർഡ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.